ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതികാരവും ദേഷ്യവും ഉള്ളിൽ വെച്ച് മധുരമുറുന്ന വാക്കുകൾ പറഞ്ഞ് മാനസയെ തൃപ്തിപ്പെടുത്തി നിൽക്കുകയാണ് ബലരാമൻ. അതിനിടയ്ക്ക് മാനസ ഒരു സംശയം ചോദിക്കുകയാണ് ബലരാമനോട്. സഹോദരി ഭാഗ്യശ്രീ എന്നെക്കുറിച്ച് ചോദിച്ചില്ലേ, അപ്പോൾ എന്താ പറഞ്ഞത്? ബലരാമൻ അതിന് മറുപടിയായിട്ട് ഞാൻ പറഞ്ഞു, മാനസ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ്. ഇനി ആകാശം ഒടിഞ്ഞു വീണാലും ഞാൻ ആ കുട്ടിയെ മാത്രമേ വിവാഹം ചെയ്യൂ എന്നും കൂടെ നിന്ന് നടത്തി തരുന്നതാണ് നിനക്ക് നല്ലതെന്നും ഞാൻ പറഞ്ഞു. മാനസയ്ക്ക് ഇതൊക്കെ കേട്ട് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. തുടർന്ന് ബലരാമൻ പറയുന്നുണ്ട്, മാനസ എന്റെ ഹൃദയം മോഷ്ടിച്ചു കളഞ്ഞു. ഞാനിന്നലെ മാനസയെക്കുറിച്ചൊരു കവിത വരെ എഴുതി. മാനസ എന്റെ മാനസം കവർന്നു. മാനസയാണ് എന്റെ ചിക്കൻ ഫ്രൈ, മാനസയാണ് എന്റെ മട്ടൻ ചാപ്സ്. എന്ന് വെച്ചാലേ ചിക്കൻ ഫ്രൈയും മട്ടൻ ചാപ്സും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളാണ്. ഇതൊന്നും ഇല്ലാതെ ഞാൻ ഭക്ഷണം കഴിക്കില്ല. അപ്പൊ എന്നെ ജീവിപ്പിക്കുന്ന ഭക്ഷണം മാനസയാണെന്നാണ് കവി ഉദ്ദേശിച്ചത്. ഇതൊക്കെ കേട്ട് ചിരി വരുന്നുണ്ട് മാനസയ്ക്കും. കാറിനകത്തിരുന്ന് ഭാഗ്യശ്രീയും ചിരിയോട് ചിരി. മാനസയ്ക്ക് അപ്പോഴും ഭാഗ്യശ്രീയെ കുറിച്ച് ഓർത്താണ് പേടി. അതുകൊണ്ട് തന്നെ വീണ്ടും ഭാഗ്യശ്രീയെ പറ്റിയൊക്കെ ചോദിക്കുകയാണ്. മാനസ എന്നാണ് രാമേട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ പേരെന്ന് ഭാഗ്യശ്രീയോട് പറഞ്ഞു. ഇപ്പൊ ബലരാമ പറയുന്നുണ്ട്, പറഞ്ഞു അവൾ എന്തൊക്കെയോ അന്വേഷിച്ചു. അവൾ എന്നോട് പറയുക മാനസ മക ഫ്രോഡാണെന്ന്. ഞാൻ അവളോട് ചൂടായി. അപ്പൊ അവള് പറഞ്ഞു മാനസ ഭയങ്കരിയാണെന്ന്. ഇതൊക്കെ ബലരാമൻ പറയുമ്പോഴും മാനസയുടെ മുഖം ആകെ വാടുന്നുണ്ട്, പേടിയാവുന്നുണ്ട്. ഒന്ന് ബലരാമൻ പറയുന്നു, മാനസ കൊല്ലാൻ പോലും മടിക്കാത്ത ആളാണെന്നൊക്കെയാ ഭാഗ്യശ്രീ എന്നോട് പറഞ്ഞത്. ബാക്കിയെല്ലാം പോട്ടെ, അവസാനം എന്നോടൊരു കാര്യം പറഞ്ഞു. അതെന്നെ വല്ലാതെ തളർത്തി കളഞ്ഞു. എന്തെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യത്തോടെ ആയിരിക്കും മാനസ എന്നെ സ്നേഹിക്കുന്നതെന്ന്. അല്ലെ മാനസ വലയെറിഞ്ഞ് പിടിക്കുകയാണെന്ന്, കെണിയെറിഞ്ഞ് കൊടുക്കുകയാണെന്ന്. വേറെന്തൊക്കെയോ പേരുകൾ പറയുന്നത് ഞാൻ കേട്ടു. എനിക്കെല്ലാം അറിയാവുന്ന പേരുകളാ. കൃഷ്, കൺമണി, കൃപ, സാഗർ. മാനസയ്ക്ക് ആകെ പേടിയാവാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ വേഗം അവിടുന്ന് തടി തപ്പാൻ വേണ്ടി, സാർ എനിക്ക് കുറച്ച് തിരക്കുണ്ട് എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുന്നതും അവള് ചുമ്മാ ഓരോ കള്ളക്കഥകൾ പറയുന്നതാ. അതൊക്കെ നമുക്ക് പൊളിച്ചെടുക്കണം മനസ്സാ. എന്റെ പെണ്ണിനെ കുറിച്ച് ഇല്ലാക്കഥ പറയുന്നത് ആരായാലും ഞാൻ വെറുതെ വിടില്ല. എനിക്ക് അവളോട് പ്രതികാരം ചോദിക്കണം. മാനസയെ പോലെ ഒരാൾ കൂടെ ഉണ്ടാവുമ്പോ പകരം ചോദിക്കാനാണോ പ്രയാസം? പകരം ചോദിക്കുന്നതിന് എക്സ്പേർട്ട് ആണല്ലോ മാനസ. അല്ലേന്നിങ്ങനെ മട്ടും ഭാവവും ഒക്കെ മാറ്റിക്കൊണ്ട് ബലരാമൻ ചോദിക്കുകയാണ്. മാനസ നിന്ന് വേർക്കുന്നുണ്ട്. എങ്കിലും ഒന്നും അറിയാത്തതുപോലെ സാർ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിക്കുമ്പോ മാനസയ്ക്ക് സുമിത്രയെ അറിയാമോ ഇങ്ങോട്ട് കേട്ടപ്പോഴത്തേക്കും മാനസ നിന്ന് ഞെട്ടുന്നുണ്ട്. ബലരാമ അപ്പൊ പറയും, കണ്ടോ മാനസ നിന്ന് ഞെട്ടുന്നുണ്ട്. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി മാനസയ്ക്ക് സുമിത്രയെ അറിയില്ലെന്ന്. പക്ഷെ ഭാഗ്യശ്രീ എന്നോട് എന്താ പറഞ്ഞതെന്നറിയൂ? സുമിത്രയാണ് മാനസയെ എന്റെ അടുത്തേക്ക് അയച്ചതെന്ന്. ഞാൻ അവളോട് വല്ലാതെ തർക്കിച്ചു. മാനസ എന്നെ ചതിക്കുകയാണെന്നുള്ള രീതിയിൽ തന്നെയാണ് അവൾ ഉറച്ചു നിൽക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു, ഒരിക്കലും മാനസ ആ രീതിയിൽ ചിന്തിക്കില്ല എന്ന്. അങ്ങനെ ചെയ്താൽ ഞാൻ മാനസയെ തീർത്ത് കളയുമെന്ന് മാനസയ്ക്ക് നന്നായിട്ട് അറിയാലോ. ഇങ്ങനെ ചിരിച്ചു കളിച്ചു പറഞ്ഞിട്ട് ബലരാമൻ അടുത്ത നിമിഷം താൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന തോക്ക് അങ്ങോട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. അത് കണ്ട് ജീവൻ പോയ പോലെ നിൽക്കുന്നുണ്ട് മാനസയും. എന്നിട്ട് ബലരാമൻ മാനസയുടെ അടുത്ത് ചെന്നിട്ട് പറയാണ്, ഈ തോക്കുണ്ടല്ലോ ഇത് കളിത്തോക്കല്ല, ഒറിജിനല. പക്ഷെ ലൈസൻസ് ഇല്ല, കള്ളത്തോക്ക. ഒരാളെ തട്ടിയിട്ട് അയാളുടെ കയ്യിലതേ ഇങ്ങനെ അങ്ങ് വെച്ചു കൊടുക്കും. സംഗതി ആത്മഹത്യ ആയിക്കോളും. പക്ഷെ മാനസ പേടിക്കണ്ട കേട്ടോ. മാനസയെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞാൽ എനിക്ക് തിരിച്ച് വെല്ലുവിളിക്കണ്ടേ? തുടർന്ന് ബലരാമൻ ഒന്നും അറിയാത്ത പോലെ, ആരൊക്കെ മാനസ ഈ കൺമണി? മാനസ എന്തോ പറയാൻ തുടങ്ങും ഭാവിക്കുന്നുണ്ട്. അപ്പൊ ബലരാമൻ, അറിയില്ല അല്ലേ? മാനസയ്ക്ക് അറിയില്ല. മാനസയുടെ ടെൻഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ മാനസയ്ക്ക് ഒന്നും അറിയില്ല എന്ന്. പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന എന്റെ മാനസയെക്കുറിച്ച് എന്തൊക്കെയാ അവള് പറഞ്ഞത്? ദുഷ്ട. മാനസയ്ക്ക് മനസ്സിലാവുന്നുണ്ട് തന്റെ കള്ളക്കളികളെല്ലാം ബലരാമൻ തിരിച്ചറിഞ്ഞു എന്ന്. ഞാൻ പോവാണെന്ന് പറഞ്ഞ് വേഗം ധൃതിയിൽ പോകാൻ തുടങ്ങവേ ബലരാമൻ മാനസയുടെ കയ്യിൽ കയറി പിടിച്ച് എന്നിട്ട് ആ തോക്ക് അങ്ങോട്ട് മാനസയുടെ നേർക്ക് ചൂണ്ടിയിട്ട് പറയാണ്, നിന്നെ തീർത്ത് കളയും ഞാൻ. തന്നെ ആയിരിക്കുമെന്ന് ഓർത്ത് മാനസ വിറച്ചു നിൽക്കുമ്പോ ബലരാമൻ തൊട്ടടുത്ത നിമിഷത്തിൽ പറയാ, മാനസയല്ല ആ ഭാഗ്യശ്രീയെ, എന്റെ മാനസയെക്കുറിച്ച് കള്ളം പറയുന്ന അവളെ ഞാൻ തീർക്കും. പിന്നെ അവള് പറയുകയാ, എന്റെ അനിയൻ കൃഷ്ണനും അവൻ കെട്ടാൻ പോകുന്ന കൺമണിക്കുമെതിരെ മാനസ വീഡിയോ ഇട്ടെന്ന്, കൺമണി ജയിലിലാക്കിയെന്നൊക്കെ. ശേഷം മാനസയുടെ കഴുത്ത് ഞെക്കി പിടിച്ചോണ്ട് ഞാൻ അവളുടെ കഴുത്തിൽ ഇങ്ങനെ അങ്ങ് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി മുതൽ കള്ളം പറഞ്ഞ കഴുത്ത് ഞെരിച്ച് ഞാനങ്ങ് തീർത്ത് കളയുമെന്ന്. തനിക്ക് ശ്വാസം മുട്ടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ബലരാമൻ മാനസയുടെ കഴുത്തിൽ നിന്ന് പിടിവിടുന്നത്. എന്നിട്ട് സോറിയൊക്കെ പറയുന്നുണ്ട് ബലരാമൻ. സോറി മാനസ, ഞാൻ ഭാഗ്യശ്രീയോടുള്ള ദേഷ്യം അറിയാതെ മാനസയോട് കാണിച്ചു പോയതാ കേട്ടോ, സോറി. ശ്വാസം മുട്ടിയത് കാരണം മാനസ നിന്ന് ചുമച്ചുകൊണ്ട് നിൽക്കുമ്പോ വെള്ളം വേണമായിരിക്കുമല്ലേ എന്ന് ചോദിച്ച് ബലരാമൻ ഭാഗ്യശ്രീയെ വിളിക്കുകയാണ്. ഭാഗ്യശ്രീ അതാ വെള്ളവുമായിട്ട് കാറിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഭാഗ്യശ്രീയെ കൂടെ കണ്ടപ്പോഴത്തേക്കും പണി പാളിയെന്ന് സ്വയം തിരിച്ചറിയുന്നുണ്ട് മാനസ. ശേഷം ഭാഗ്യശ്രീയുടെ കയ്യിൽ നിന്ന് ആ കുപ്പിയിലെ വെള്ളം വാങ്ങിയിട്ട് ബലരാമൻ മാനസയ്ക്ക് കൊടുക്കാൻ നോക്കുകയാണ്. കുടിക്കും മാനസ, ഇത് വേഗം കുടിച്ചിട്ട് നമുക്ക് ഭാഗ്യശ്രീ പൊളിച്ചെടുക്കണ്ടേ? എന്റെ ചക്കര വെള്ളം കുടിച്ചിട്ട് വേണം നമുക്ക് ഇവിടെ വെള്ളം കുടിപ്പിക്കാൻ. അതുകൊണ്ട് കുടിക്കും മോളെ. ഇങ്ങനെ പറഞ്ഞ് നിർബന്ധിച്ച് മാനസയെ കൊണ്ട് വെള്ളം കുടിപ്പിക്കുകയാണ് ബലരാമൻ. ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് മാനസ വീണ്ടും പോകാൻ തുടങ്ങുന്നത്. ഇവളെ പേടിച്ചാണോ നീ പോകാൻ പോകുന്നത്?
അതിന്റെ ആവശ്യമൊന്നുമില്ല മോളെ. മാനസയുടെ മുമ്പിൽ വെച്ച് ഭാഗ്യശ്രീയോട് ദേഷ്യപ്പെടുകയാണ് ബലരാമൻ. നീ എന്തിനാടി എന്റെ മാനസയെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ പറഞ്ഞത്? നിനക്കറിയാലോ കൊന്നു കളയാനും മടിയില്ലാത്തവനാണ് ഞാനെന്ന്. ഞാൻ കൊന്നു തള്ളിയവരുടെ കണക്ക് നിനക്കും അറിയാലോ. പറ, മാനസയെക്കുറിച്ച് നീ പറഞ്ഞതൊക്കെ കള്ളമല്ലേ? അതൊക്കെ ഏട്ടൻ മാനസയോട് തന്നെ ചോദിച്ചാൽ മതിയെന്നാണ് ഭാഗ്യശ്രീ കൊടുക്കുന്ന മറുപടി. അപ്പൊ മാനസയുടെ അടുത്തേക്ക് വീണ്ടും വന്നിട്ട് ബലരാമൻ മാനസയോട് ചോദിക്കുകയാണ്, പറ മോളെ, ഇവള് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? കൺമണിയെ ജയിലിൽ കയറ്റിയോ? നീ കൃഷ്ണനെ ചതിക്കാൻ നോക്കിയോ? എന്നെ സ്നേഹിച്ചത് എന്റെ ഭാര്യയായി വന്ന് കൃഷ്ണനെയും കൺമണിയും തകർക്കാനാണോ? എല്ലാം പറ. ഭാഗ്യശ്രീ പറയുന്നതൊക്കെ കള്ളമാണെന്ന് പറ. മാനസയാണെങ്കിൽ പേടിച്ച് വിറച്ച് ഒന്നും പറയാനാവാതെ തല കുമ്പിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന മാനസയോട് പറയടിയെന്ന് പറഞ്ഞ് അലറിക്കൊണ്ട് ബലരാമൻ തന്റെ തോക്കെടുത്ത് മാനസയുടെ തലയ്ക്ക് നേരെ വെക്കുകയാണ്. എന്നാൽ ഭാഗ്യശ്രീ അപ്പോഴേക്കും വന്ന് ആ തോക്കെല്ലാം ബലരാമന്റെ അടുത്ത് നിന്നും പിടിച്ചു വാങ്ങുന്നുണ്ട്, ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നീട് മാനസയെ ചോദ്യം ചെയ്യുകയാണ് ബലരാമൻ ദേഷ്യത്തോടെ തന്നെ. എന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ എന്നെ തന്നെ ഉപയോഗിക്കാമെന്ന് കരുതിയല്ലേടി? നീ അന്ന് ആശുപത്രിയിൽ വന്നത് എന്നെ കൊടുക്കാനുള്ള പ്ലാനോട് കൂടി അല്ലായിരുന്നോ? പറ. മാനസയുടെ ആ നിൽപ്പ് കണ്ടിട്ട് ഭാഗ്യശ്രീ ഇതിനിടയിൽ കയറി പറയുന്നുണ്ട് ബലരാമനോട്, ഏട്ടാ, ഇവളുടെ ഈ മരവിച്ച നിൽപ്പ് എന്നെ കണ്ടാൽ അറിയാലോ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന്. അതേസമയം ബലരാമൻ മാനസയോട്, എടി, നീ കളിച്ചത് ആരോടാണെന്നറിയൂ? സകല കളികളും പഠിച്ചും പഠിപ്പിച്ചും വന്ന ബലരാമനോട്. മാനസേ, ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ആളാണ് എന്റെ ഏട്ടൻ. ആ മനസ്സിൽ നന്മയും സ്നേഹവും മാത്രമേ ഉള്ളൂ. നിന്റെ വിഷം നിറച്ച സ്നേഹം കൊണ്ട് എന്റെ ഏട്ടനെ നശിപ്പിക്കാൻ നോക്കിയല്ലേ? ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ ഏട്ടനെ ഞാൻ ദുഷ്ടർക്ക് വിട്ടുകൊടുക്കില്ല. ഉപദേശം തന്ന ആളില്ലേ സുമിത്ര, എന്റെ അമ്മ. ചെന്ന് പറഞ്ഞേക്ക് അവരോട് ബലരാമനെ സംരക്ഷിക്കാൻ ഭാഗ്യശ്രീ ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അടവുകളും അഭ്യാസങ്ങളും കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ലെന്ന് ചെന്ന് പറഞ്ഞേക്ക്. ഇനി മേലാൽ ഞങ്ങളുടെ മുന്നിലേക്ക് വന്നു പോരുത്. അങ്ങനെ പ്രതികരിക്കുന്നുണ്ട് ഭാഗ്യശ്രീ. ബലരാമൻ പറയുകയാണ്, നിന്നെ ജീവനോടെ വിട്ടയക്കുന്നത് എന്തിനാണെന്നറിയോ? എന്നെ ചതിക്കാൻ വേണ്ടിയാണെങ്കിലും നീ എന്റെ ജീവൻ രക്ഷിച്ചു അന്ന് ആശുപത്രിയിൽ. എന്തായാലും നിന്റെ പഴയ കഥകൾ ഞാൻ മനസ്സിലാക്കുമെന്ന് നിനക്കറിയാമായിരുന്നു. വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തറിഞ്ഞാലും അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നീ കൃത്യമായിട്ട് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷേ എന്റെ ഈ പൊന്നനിയത്തി പറഞ്ഞതുപോലെ ഇവള് കൂടെയുള്ളപ്പോൾ നിന്റെ കളികളൊന്നും നടക്കാൻ പോകുന്നില്ല മാനസ. നീ കരുതിയിട്ടുണ്ടാവും ഞാൻ നിന്നെ ഓർത്ത് വേദനിക്കുമെന്ന്. വേദനിക്കും നിന്നെ കൊല്ലാതെ വിട്ടതിന്. അതുകൊണ്ട് എന്റെ മുന്നിൽ നിന്ന് പറഞ്ഞ് ബലരാമൻ ഗെറ്റ് ഔട്ട് അടിക്കുകയാണ് മാനസയെ. മാനസയാണെങ്കിൽ കമാതൊരക്ഷരം മിണ്ടാതെ തല താഴ്ത്തി അവരുടെ മുന്നിൽ നിന്നും ജീവനും കൊണ്ട് രക്ഷപ്പെടുകയും ചെയ്യും. മാനസ പോയി കഴിഞ്ഞ് പ്രണയം തകർന്നതിൽ വിഷമം ഉണ്ടോ എന്ന് ചോദിക്കാൻ വന്ന ഭാഗ്യശ്രീയോട് ബലരാമൻ അങ്ങോട്ട് തന്നെ പറയുകയാണ്, അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിൽ ആരെങ്കിലും വിഷമിക്കുമെന്ന് ആശ്വാസമല്ലേ തോന്നുമെന്ന്. അതും പറഞ്ഞ് രണ്ടുപേരും ചിരിച്ച് സമാധാനത്തിൽ നിൽക്കുകയാണ്. കൺമണി മാനസയെ പൊളിച്ചെടുക്കിയ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഗോകുല്, അപ്പ മാനസയെ പൊളിച്ചെടുക്കിയല്ലേ? അല്ലെങ്കിലും അപ്പ സൂപ്പറാ, അപ്പയ്ക്ക് തുല്യ അപ്പ മാത്രം. നാളെ ഒരിക്കലും കമ്പനിയുടെ MD ചെയർമാനോ ഒക്കെ ആവേണ്ട ആളല്ലേ കൺമണി മോള്. ഇപ്പോഴേ ഭരിച്ചു പഠിക്കട്ടെ എന്നിങ്ങനെയെല്ലാം പറയുന്നുണ്ട് സുലോചനയും. അപ്പൊ കൺമണി അവരെ ധരിപ്പിക്കുന്നുണ്ട്, ഞാൻ ഭരിച്ചതൊന്നുമല്ല അമ്മായി. നമ്മള് ജോലി ചെയ്യുന്ന സ്ഥാപനത്തെ ആരെങ്കിലും തകർക്കാൻ നോക്കിയാൽ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പറ്റുമോ? ഞാനും അമ്മായിമാരും ഉൾപ്പെടെ എത്ര പേരുടെ കുടുംബമാണ് അലികയെ ആശ്രയിച്ച് കഴിയുന്നത്? കൺമണി ആ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ട് സുലോചന. ശ്രീനിവാസനാണെങ്കിൽ വിഷമത്തോടെ ഇരിക്കുമ്പോൾ കൺമണി അത് ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രീനിയോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്താ വല്ലാതിരിക്കുന്നത്? ക്ഷീണം വലുതുണ്ടോ? ഞാൻ വന്നത് മുതൽ ശ്രദ്ധിക്കുക, അച്ഛൻ എന്തോ വിഷമമുണ്ട്. ഒന്നുമില്ലെന്നൊക്കെ ശ്രീനി പറയുന്നുണ്ടെങ്കിലും കൺമണി അത് വിശ്വസിക്കുന്നില്ല. എല്ലാം നിനക്ക് തോന്നുന്നതാണെന്ന് ശ്രീനി പറയുമ്പോൾ ഗോകുലാണ് കൺമണിയോട് സത്യം പറയാൻ തുടങ്ങുന്നത്. തോന്നലൊന്നുമല്ല, അച്ഛന് ക്ഷീണം തന്നെ അപ്പേ. ഇവൻ വെറുതെ തമാശ പറയുന്നതെന്നൊക്കെ ശ്രീനി ഇതിനിടയിൽ കയറി പറയുന്നുണ്ടെങ്കിലും അമ്മായിമാരാണ് പിന്നീട് കൺമണിയെ കാര്യങ്ങളെല്ലാം അറിയിക്കുന്നത്. ആ വരുൺ ഇവിടെ വന്നിരുന്നു, ഇവിടെ ചില അതിക്രമങ്ങളൊക്കെ കാണിച്ചു. നിന്നെ കെട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ നിന്റെ ദേഹത്ത് ആസിഡ് ഒഴിച്ച് കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് അവൻ ഭീഷണിപ്പെടുത്തി. അവൻ വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. ഏട്ടനെ വല്ലാതെ ഭീഷണിപ്പെടുത്തി ആക്രമിക്കാനും തുടങ്ങി. നിന്റെ ദേഹത്ത് ആസിഡ് ഒഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ അങ്ങനെ തളർന്നു വീഴുകയായിരുന്നു. ഇത് കേട്ട് ആകെ ഞെട്ടുന്നുണ്ട് കൺമണി. ശ്രീനി ഉടനെ കൺമണിയെ ആശ്വസിപ്പിച്ചുകൊണ്ട്, മോൾ ഇതൊന്നും കേട്ട് വിഷമിക്കേണ്ട. പക്ഷേ കൺമണിക്ക് അങ്ങനെ ആശ്വസിക്കാൻ കഴിയില്ല ഒരിക്കലും. നല്ല കട്ട കലിപ്പിൽ ഉടനെ തന്നെ ഫോൺ എടുത്ത് വരുണിനെ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുകയാണ്. അവന്റെ ആസിഡിന്റെ കാര്യമൊക്കെ ഞാനിന്ന് തീർക്കുമെന്നും പറഞ്ഞിട്ടാണ് കൺമണി വരുണിന്റെ അച്ഛന്റെ നമ്പറിലേക്ക് വിളിക്കുന്നത്. അയാൾ കോൾ എടുത്ത ഉടനെ ഞാനിപ്പോ വീട്ടിലുണ്ടെന്നും വരുണിനോട് ആസിഡുമായിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേക്കാനും പറയുന്നുണ്ട്. വരുണിന്റെ അച്ഛന് കാര്യമൊന്നും മനസ്സിലായിട്ടില്ല. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അവനില്ലേ ആ വരുൺ, അവൻ ഇന്ന് വീട്ടിൽ വന്നിരുന്നു. എന്നെ കൊല്ലുമെന്നും മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്നും പറഞ്ഞ് അച്ഛനെ ഭീഷണിപ്പെടുത്തി. ഇപ്പോഴാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അയാളെ ഇങ്ങോട്ട് അയച്ചേക്ക്, ആസിഡ് കുറച്ച് കൂടുതൽ എടുത്തേക്കാൻ പറഞ്ഞേക്ക്. അതേസമയം വരുണിന്റെ അച്ഛൻ പറയുന്നുണ്ട്, താൻ ഇതിൽ നിരപരാധിയാണ്, താനൊന്നും അറിഞ്ഞിട്ടില്ലെന്ന്. അപ്പൊ കൺമണി നല്ല ദേഷ്യത്തോടെ തന്നെ പറയാം, ഹാർട്ടിന്റെ അസുഖമുള്ള ആളാണ് എന്റെ അച്ഛൻ. സാറിന്റെ മോൻ വന്ന് ബഹളം ഉണ്ടാക്കിയും
അച്ഛൻ ബോധം കെട്ട് വീണു. എൻ്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ നിങ്ങളുടെ വീടും മോനും ഒക്കെ നിന്ന് കത്തുമായിരുന്നു. എൻ്റെ അച്ഛൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയാ, ഞാൻ അച്ഛന് വേണ്ടിയും. എൻ്റെ അച്ഛന് പ്രതികരിക്കാൻ ശക്തിയില്ലെന്ന് അവനറിയാം. അതിൻ്റെ ആളാവലാണ് അവൻ ഇന്ന് നടത്തിയത്. എൻ്റെ കൈയുടെ ചൂടവന് നന്നായിട്ടറിയാം. മുൻപ് എല്ലാം ഒടിച്ച് വിട്ടതേ ഉള്ളൂ ഞാൻ. ഇനി ആളെ തന്നെ തീർക്കും ഞാൻ. എന്നോട് അവൻ കാണിച്ചു കൂട്ടിയതിനെല്ലാം പലപ്പോഴും ക്ഷമിച്ചും സഹിച്ചും ഒഴിഞ്ഞു മാറിയിട്ടുള്ളവളാണ് ഞാൻ. പഴയ കൺമണിയല്ല ഞാനിപ്പോൾ. ഒരു വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച് എന്നെ ജയിലിലാക്കിയത് ഞാൻ മറന്നിട്ടൊന്നുമില്ല. അവനെ പക്ഷെ സ്റ്റേഷനിലേക്കും ജയിലിലേക്കൊന്നും ഞാൻ അയച്ചില്ല. ഞാൻ തന്നെ അറസ്റ്റ് ചെയ്ത് ഞാൻ തന്നെ ശിക്ഷ വിധിച്ച് ഞാൻ നടപ്പിലാക്കുകയും ചെയ്തു. അവനെൻ്റെ അച്ഛനെയാണ് ആക്ഷേപിച്ചത്, ഭീഷണിപ്പെടുത്തിയത്. പക്ഷേ എനിക്ക് അവൻ്റെ അത്ര തരം താഴാനൊന്നും ഒരിക്കലും പറ്റില്ല. അതുകൊണ്ടാണ് കുറച്ചൊരു മര്യാദ തന്ന് അവൻ്റെ അച്ഛനോട് ഇപ്പോൾ സംസാരിക്കുന്നത്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ മനസ്സിലായി കാണുമല്ലോ. ഇനിയും ഞങ്ങളെ വെറുതെ വിട്ടില്ലെങ്കിലും തീർത്ത് കളയുമെന്നുള്ളൊരു ഭീഷണി കൂടെ മുഴക്കിക്കൊണ്ടാണ് കൺമണി ഫോൺ വയ്ക്കുന്നത്. കൺമണി ഈ രീതിയിൽ പ്രതികരിച്ചത് എന്തായാലും അമ്മായിമാർക്കും ഗോകുലിനും ഒക്കെ ഒത്തിരി ഇഷ്ടമായി. ഏതായാലും വരുൺ ചെയ്ത അതിക്രമങ്ങളെല്ലാം കൺമണിയിൽ നിന്ന് അറിഞ്ഞപ്പോഴേക്കും വരുണിൻ്റെ അച്ഛനും വരുണിനെ വെറുക്കാൻ തുടങ്ങിയിരിക്കുന്നു. വരുണിനെ ഉറക്ക വിളിക്കുന്നുണ്ട് അയാള്. വരുണാണെങ്കിൽ ദേഷ്യപ്പെട്ട് വന്നിട്ട് എന്തിനാ കിടന്ന് ഉറക്ക വിളിക്കുന്നേ, ആകാശം വല്ലത് ഇടിഞ്ഞു വീണോ? അപ്പോൾ വരുണിൻ്റെ അച്ഛൻ വരുണിനെ ചോദ്യം ചെയ്യുകയാണ്, നീ ഇന്ന് കൺമണിയുടെ വീട്ടിൽ പോയോ? ആ പോയി. ആ അച്ഛൻ അറിഞ്ഞല്ലേ, അവളുടെ അച്ഛനെ ഞാൻ വരട്ടി റൊട്ടിയാക്കി. അച്ഛനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകേണ്ടതായിരുന്നു, അച്ഛനതൊന്ന് കാണേണ്ടതായിരുന്നു. ഇതൊക്കെ കേട്ട് വരുണിനെ വൃത്തികെട്ടവനെന്ന് വിളിക്കുകയാണ് വരുണിൻ്റെ അച്ഛൻ. ഓരോ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടൊക്കെ മതിയായില്ലടാ. എടാ, അവളുടെ കല്യാണം വേറൊരുത്തനുമായി തീരുമാനിച്ചു, അത് നിനക്കറിയാവുന്നതല്ലേ. എന്നാൽ അവളെ എത്ര പേര് വന്ന് കല്യാണം ആലോചിച്ചാലും കെട്ടുന്നത് ഞാൻ തന്നെയായിരിക്കുമെന്നാണ് വരുണിന്റെ തിരിച്ചുള്ള പ്രതികരണം. നിന്നെ അവൾക്ക് വേണ്ടെന്നല്ലേടാ പറഞ്ഞത്, പിന്നെ നീ എന്തിനാ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് വരുണിന്റെ അച്ഛൻ. അപ്പോൾ വരുൺ പറയും, അവളെ എനിക്ക് വേണമെന്നാണ് ഞാൻ പറഞ്ഞത്, അവൾക്ക് എന്നെ ശരിക്കും അറിയത്തില്ല. പറയാനുള്ളതൊക്കെ അവളുടെ തന്തപ്പടിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിൻ്റെ മുഖത്തേക്ക് ഞാൻ ആസിട്ടൊഴിക്കും. വരുൺ അത് പറഞ്ഞു തീരും മുമ്പേ വരുണിന്റെ കാരണത്ത് വീഴുന്നുണ്ട് ഒരടി. എന്നാൽ അടി കിട്ടിയതും വരുൺ തൻ്റെ അച്ഛനാണെന്ന് പോലും നോക്കാതെ അയാൾക്കിട്ടും തിരിച്ചൊരടി കൊടുക്കുകയാണ് ചെകിട് നോക്കി. എന്നിട്ട് വിരട്ടിക്കൊണ്ട് പറയാം, എൻ്റെ തീരുമാനങ്ങൾക്കെതിരെ ആര് നിന്നാലും ഞാൻ കൈകാര്യം ചെയ്യും. അതിനിപ്പോൾ അച്ഛനായാലും ശരി, മനസ്സിലായോ? എന്തായാലും വരുൺ കാരണം എല്ലാം കൊണ്ടും തകർന്നു പോയിരിക്കുകയാണ് വരുണിന്റെ അച്ഛൻ. വിഷമിച്ചിരിക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. അതിനുശേഷം കാണിക്കുന്നത് കൺമണിയുടെ ഗുണഗണങ്ങളെ പറ്റിയൊക്കെ കൃപ ചെന്ന് സുജാതയുടെ അടുത്ത് വിവരിക്കുകയാണ്. കൺമണി ഒരു സംഭവം തന്നെയാമേ, അത് പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങളൊക്കെ സംശയിച്ചു എന്നിട്ടും മാനസ കുഴപ്പക്കാരിയാണെന്നതിൽ കൺമണി ഉറച്ചു തന്നില്ലേ? അത് കേട്ട് കൃഷ്ണൻ പറയുന്നുണ്ട്, നീ പറയുന്നത് സത്യമാ. മാനസയെ വിളിച്ചു വരുത്തണമെന്ന് അവള് പറഞ്ഞിട്ട് ഞാൻ രണ്ട് മനസ്സിലായിരുന്നു നിന്നത്. പക്ഷെ അവസാനം അവൾ ആ ശരിയെന്ന് തെളിഞ്ഞില്ലേ? കൃപ ചോദിക്കുന്നുണ്ട്, അച്ഛാ കൺമണിയുടെ വീട്ടിലേക്ക് വിളിച്ചില്ലേ, ദിവസം കുറിക്കണ്ടേ? അത് നാളെ ആവാന്ന് പറയുന്നുണ്ട് കൃപയോട് സാഗർ. ആ എന്തായാലും ശരി, കല്യാണം നല്ല ഗ്രാൻഡ് ആയിരിക്കണം, സെലിബ്രിറ്റീസിനെ കൊണ്ട് ഹോള് നിറയ്ക്കണം എന്നൊക്കെയാണ് കൃപയുടെ ആഗ്രഹം. അപ്പൊ സാഗർ ചോദിക്കുന്നുണ്ട്, നീയല്ലേ അന്ന് പറഞ്ഞത് കല്യാണം സിമ്പിളായിട്ട് മതിയെന്ന്? കൃപ അതിന് കൊടുക്കുന്ന ന്യായീകരണം എന്ന് വെച്ചാൽ അത് നിങ്ങളാരും സമ്മതിക്കാതിരുന്ന സമയത്തല്ലേ. ഇതിപ്പോ എല്ലാവരുടെയും അംഗീകാരത്തോടെ ആശീർവാദത്തോടെയുള്ള കല്യാണം, അതിൻ്റെ ഒരു മേളം ആഘോഷത്തിലും വേണം. അതുകൊണ്ട് അച്ഛാ അമ്മ ഈവന്റും ഡിസൈനും ഒക്കെ നാളെ മുതൽ ഞാൻ തുടങ്ങാൻ പോവുക. ഡ്രസ്സ്, വെന്യൂ, അങ്ങനെ എല്ലാ കാര്യത്തിനും ഒരു ക്ലാസിക് ടോൺ പിടിക്കാൻ തന്നെ പോവുക. ഇതിനെക്കുറിച്ച് അച്ഛൻ്റെ അഭിപ്രായം എന്താ? ഈ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കാൻ കാരണം നീയാണ് മോളെ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിന്റെ അവകാശം തന്നെയാണ്. ക്ലാസിക് എങ്കിൽ ക്ലാസിക്, മോഡേൺ എങ്കിൽ മോഡേൺ, എല്ലാം കൃപയുടെ ഇഷ്ടത്തിന് തന്നെ വിട്ടുകൊടുക്കുന്നുണ്ട് സാഗർ. സുജാതയാണെങ്കിൽ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണല്ലോ. ആ നിൽപ്പ് കണ്ട് കൃഷി ചോദിക്കുന്നുണ്ട്, അമ്മയുടെ അഭിപ്രായം എന്താണെന്ന്. അപ്പോൾ സുജാത പറയാണ്, നിങ്ങളൊക്കെ നിങ്ങൾ തീരുമാനിച്ച് നടപ്പാക്കുകയല്ലേ, പിന്നെ എൻ്റെ അഭിപ്രായത്തിന് എന്താ പ്രസക്തി? എന്താ അമ്മ അങ്ങനെ ഒരു ടോക്ക്? പിന്നെ ഞാൻ എങ്ങനെ പറയണം? എന്നെ വിട്ടേക്ക്. പക്ഷേ എല്ലാ കാര്യത്തിനും ആദ്യ അഭിപ്രായം ചോദിക്കേണ്ട വേറൊരാളുണ്ടായിരുന്നു. ആ ആളിനോട് ചോദിച്ചോ? ചേച്ചിയമ്മയോട് ചോദിച്ചോന്നാ ഞാൻ ചോദിച്ചത്. സുജാത അത് പറഞ്ഞപ്പോഴാണ് കൃഷ്ണു ആൻറ്റിയമ്മയെ പറ്റി ഓർക്കുന്നത്. സാഗറിനോട് ചോദിക്കുന്നുണ്ട്, ആൻറ്റിയമ്മ എവിടെയെന്ന്. ചേച്ചിയമ്മ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് സുജാത പറയുന്നത്. ഈ വീടിന്റെ കുടുംബനാഥയാണ് ചേച്ചിയമ്മ. അങ്ങനെ ഒരാൾ ഈ വീട്ടിൽ ഇല്ല എന്നുള്ളത് പോലും ഞാൻ പറഞ്ഞിട്ടാണ് എല്ലാവരും അറിയുന്നത് അല്ലേ? എല്ലാവരുടെയും മനസ്സിലിപ്പോൾ കൺമണിയാണല്ലോ. ഇവിടെ ആരെ കാണാതായാലും അതൊരു പ്രശ്നമല്ല, ഇനിയിപ്പോൾ അറിഞ്ഞാലും അതിനൊട്ട് കുഴപ്പമില്ല. ഇങ്ങനെയെല്ലാം പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുക തന്നെയാണ് സുജാത. കൃഷ്ണനും കൃപയ്ക്കും ഒക്കെ വിഷമാവുന്നുണ്ട്, എന്താ സംഭവം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാഗർ നിസ്സാരമട്ടിൽ പറയും, അത് പിന്നെ ചേച്ചിയമ്മ തറവാട് വരെ ഒന്ന് പോയതാ, അത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളോ? അമ്മ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ കരുതി നമ്മളോട് പിണങ്ങിപ്പോയതാണ്. കൃപാകര പറഞ്ഞപ്പോൾ സുജാത അത് സമ്മതിക്കുന്നില്ല. ചേച്ചിയമ്മ പിണങ്ങി തന്നെ പോയതാണെന്നും ഇനി ഇങ്ങോട്ട് വരുമോയെന്ന് എന്നെ കണ്ടറിയണമെന്നാണ് സുജാത പറയുന്നത്. പക്ഷേ ചേച്ചിയമ്മയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് മതി ഇവിടെ എന്തും. ചേച്ചിയമ്മ ഇല്ലെങ്കിലേ ഞാനും ഇല്ല. സുജാതയുടെ ഈ വാശിയെല്ലാം കണ്ടിട്ട് ഋഷി ചോദിക്കുകയാണ്, ആൻറ്റിയമ്മ എന്തിനാണ് പോയതെന്ന്. അപ്പോൾ സാഗർ പറഞ്ഞു കൊടുക്കും, ഇവിടെ എല്ലാവരും ചേർന്ന് മാനസയെ ടാർഗറ്റ് ചെയ്തെന്ന് ചേച്ചിയമ്മയ്ക്ക് ഒരു തോന്നൽ. എന്നാൽ അത് തോന്നലൊന്നും അല്ല എന്ന് പറഞ്ഞ്
സുജാത തിരുത്തുകയാണ്. അത് സത്യം തന്നെയാ. കമ്പനിയിലും കുടുംബത്തിലും നടക്കുന്ന എന്തിനും ഏതിനും മാനസയാണ് ഇപ്പോൾ ഉത്തരവാദി. സുജാതയുടെ തെറ്റിദ്ധാരണകളെല്ലാം മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് കൃപ. മാനസ തന്നെയാണ് ഇതിനെല്ലാം കുഴപ്പക്കാരിയെന്നും ഈ ബാംഗ്ലൂർ ഇഷ്യൂ തന്നെ അവളാണ് കാരണമെന്നും കൃപയും കൃഷും കൂടെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സുജാത അതൊന്നും ചെവി കൊള്ളാൻ പോലും നിൽക്കുന്നില്ല. എനിക്ക് കേൾക്കണ്ടെന്നും ബാംഗ്ലൂരും മൈസൂരും എനിക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്ന് തന്നെ പറയുകയാണ് അവര്.